وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم رواه مسلم. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ രൂപത്തിലേക്കുമല്ല നോക്കുന്നത്, പക്ഷേ അള്ളാഹുവിൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്നതാണ്. നിങ്ങളുടെ ശരീരം എങ്ങനെ, നിങ്ങളുടെ രൂപങ്ങൾ എങ്ങനെ, രൂപങ്ങൾ, അതായത് സുജൂദിൻ്റെ രൂപം, റുക്കോയിൻ്റെ രൂപം, ഖിയാമിൻ്റെ രൂപം, ഇഅ്തിദാലിൻ്റെ രൂപം, തഹിയ്യാത്തിൻ്റെ രൂപം, ഇങ്ങനെയുള്ള രൂപങ്ങൾ ഇങ്ങനെ മാറി മാറിയിട്ട് വരും. അതല്ലെങ്കിൽ നമ്മുടെ രൂപഭാവങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ പുറത്തേക്ക് കാണുന്ന കാര്യങ്ങളിലേക്കല്ല അല്ലാഹു തആല നോക്കുന്നത്. റുക്കൂ ചെയ്തപ്പോൾ നിൻ്റെ ഹൃദയം കൂടി റുക്കൂ ചെയ്തിട്ടുണ്ടോ? സുജൂദ് ചെയ്തപ്പോൾ നിൻ്റെ സുജൂദ് ഹൃദയം അറിഞ്ഞിരുന്നോ? ഇഅ്തിദാലിലായിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ് എവിടെയായിരുന്നു? ഖുർആൻ പാരായണത്തിൽ നിൻ്റെ മനസ്സ് എവിടെയായിരുന്നു? കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെയാണ്. സുബഹി നിസ്കരിക്കാൻ വരുന്നത്, ഒത്ത് കേൾക്കണ്, നിസ്കരിക്കണ്, നൃത്തം നിൽക്കണ്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെയല്ല ഇതിൻ്റെ എല്ലാം പ്രതിഫലങ്ങൾ. നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ്. അതാണ് അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, എന്ത് ചെയ്തു എന്ന ചോദ്യമല്ല നമുക്ക്, എന്തിന് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ നമുക്ക് മനസ്സാക്ഷിയോട് ഞാനിത് അള്ളാഹുവിന് വേണ്ടി ചെയ്തു എന്ന ഉത്തരം നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിന് നാം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നാം ചെയ്തിട്ടുള്ള ഇബാദത്ത്. അപ്പോൾ നമ്മുടെ എങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നാൽ ഇതിലെല്ലാം, എന്നാൽ വസ്ത്രം ധരിക്കണോടത്ത് അങ്ങനെ കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഹദീസ്. എന്ത് വസ്ത്രം ധരിച്ചാൽ എന്താ? അള്ളാഹു താല ശരീരത്തിലേക്ക് അതല്ലല്ലോ നോക്കണത്, അള്ളാഹു താല മനസ്സിലേക്കല്ലേ നോക്കണത്. നീ വസ്ത്രം ധരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു, എന്തുകൊണ്ട് നെര്യാണിക്ക് താഴെ ഞാൻ വസ്ത്രം ധരിക്കുന്നില്ല? ഇതിനെല്ലാം ഒരു കാരണങ്ങളുണ്ടാകുമല്ലോ. അത് നമ്മുടെ ഹൃദയമാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ വസ്ത്രധാരണം, എങ്ങനെയാണ് നിൻ്റെ നിൻ്റെ സംസ്കാരം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ഹൃദയം എന്തിനാണ് ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, അതുപോലെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ഭാവങ്ങളുടെയും നമ്മുടെ രൂപങ്ങളുടെയും ഒന്നും പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നടന്നത്, എന്തുകൊണ്ടാണ് നീ നിസ്കരിച്ചത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നീ ഇന്ന് നോമ്പനുഷ്ഠിച്ചത്, ഇങ്ങനെ അള്ളാഹു തആലയുടെ മന്ദർ, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം ഹൃദയത്തിലേക്കാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒരു ഹദീസും കൂടി നമുക്ക് വായിക്കാം. وعن أبي بكر نفيع بن حارث الثقفي رضي الله عنه أن النبي صلى الله عليه وسلم قال إذا التقى المسلمان بسيفهما فالقاتل والمقتول في النار. قلت يا رسول الله هذا القاتل فما بال المقتول؟ قال إنه كان حريصا على قتل صاحبه. متفق عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ സൈഫ് കൊണ്ട് യുദ്ധം ചെയ്താൽ,
കണ്ടുമുട്ടിയാൽ, സൈഫ് എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് കണ്ടുമുട്ടിയാൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും നരകത്തിലാണ്, വധിക്കപ്പെട്ടവനും നരകത്തിലാണ്. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു, രണ്ട് മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അവിടെ സൈഫ് എന്നുള്ളത് മാറ്റിക്കോണേ, എന്തായിക്കോട്ടെ, എന്തൊരായുധം കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ അങ്ങനെ രണ്ടാളും മരിച്ചു. അല്ല, രണ്ടാളല്ല, അതിൽ ഒരാൾ മരിച്ചുപോയി. ഖാത്തില് കൊന്നവൻ മരിച്ചുപോയി, കൊന്നവൻ എന്ത് ചെയ്തു? മറ്റവനെ കൊന്നു, മറ്റവൻ മരിച്ചുപോയി. എന്നാൽ രണ്ടുപേരും നരകത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഹാദൽ ഖാതിൽ, കൊന്നവൻ നരകത്തിലാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം അവൻ വലിയൊരു കൊലപാതകം നടത്തിയില്ലേ, അതുകൊണ്ടാണ് എന്ന് മനസ്സിലായി. ഫമാ ബാലുൽ മഖ്തൂൽ, എന്താണ് ഈ മഖ്തൂലിൻ്റെ പ്രശ്നമാണാവോ? മരിച്ചുപോയവനോട് എന്ത് തെറ്റാ ചെയ്തത്? കൊല്ലപ്പെട്ടവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഖാല, അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടി അത്യാഗ്രഹം ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യേണ്ടി വന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആഗ്രഹം എന്താണ്? അവനെ കൊല്ലണം എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇവൻ മരിച്ചുപോയി, പക്ഷെ മറ്റവൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാലും ഈ മരിച്ചുപോയ ആളും നരകത്തിലാണ്. കാരണം അവൻ്റെ മനസ്സിൽ എന്താണ്? മറ്റവനെ കൊല്ലാൻ വേണ്ടി മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ലക്ഷ്യം നാം എന്ത് ചെയ്യുന്നു എന്നതിലല്ല. ഇവിടെ പാവം മരിച്ചുപോയി, അവനെ കൊന്നു, വെട്ടിക്കൊന്നു, എന്നിട്ടും അങ്ങനെ മരണം ഏറ്റുവാങ്ങിയിട്ടും ഇവൻ എന്ത് ചെയ്യാണ്? അവൻ നരകത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇതുപോലുള്ള കൊലപാതകങ്ങളെ എന്ത് ചെയ്യാറുണ്ട്? അത് പുണ്യവൽക്കരിച്ചതായിട്ട് കാണാൻ പറ്റും. ചില കൊലപാതകങ്ങളൊക്കെ നടന്നാൽ ഷഹീദ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഒക്കെ വെക്കുമ്പോൾ ഇതിൽ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് കൂടെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുക, എന്നിട്ട് അതിൽ മരിക്കുക, രണ്ടും മുസ്ലിമീങ്ങളാവും ചെയ്യുക, എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേര് ഷഹീദ് എന്നാവുക, അങ്ങനെയൊക്കെ പറ്റുമോ? എന്നാൽ വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളും സ്വർഗത്തിലാവുന്നൊരു ഹദീസ് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വധിച്ചു, അതായത് ഒരാൾ മറ്റേ കൊന്നു, രണ്ടുപേരും സ്വർഗത്തിലാണെന്ന് കണ്ടിട്ട് അല്ലാഹു തആല ചിരിച്ചു എന്ന് പറയുന്നൊരു ഹദീസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ രണ്ടാളും സ്വർഗത്തിലാണ്, കൊന്നോനും സ്വർഗത്തിലാണ്, മരിച്ചവനും സ്വർഗത്തിലാണ്. ഇവിടെ കൊന്നോനും നരകത്തിലാണ്, മരിച്ചവനും നരകത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നിയ്യത്തിൻ്റെ കളികളാണ്, നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഭാവങ്ങളൊന്നുമല്ല, നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ എന്താണ്. എന്നാൽ ഈ നിസ്കാരം കാര്യങ്ങളൊക്കെ മലക്കൾ എഴുതിയൊക്കെ ചെയ്യും, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നേരിട്ട് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക, എല്ലാം റബ്ബിന് വേണ്ടി എന്നുള്ളത് നല്ലതുപോലെ അർപ്പണബോധത്തോടു കൂടെ ചിന്തിക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മരിച്ചെടുത്ത് പോവുകയാണെങ്കിലും വയ്യാണ്ട് കിടക്കുന്നിടത്ത് പോവുകയാണെങ്കിലൊക്കെ നമ്മുടെ നിയ്യത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ, നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ അല്ലാഹ്, സദുദ്ദേശങ്ങളെ സഫലീകരിക്കണമേ റഹ്മാനെ, രോഗങ്ങളെല്ലാം ശിഫയാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ചർച്ച ചെയ്തിരിക്കാനെങ്കിലും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്തതിൽ ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരില്ല റബ്ബേ. അല്ലാഹു അത് നിലനിർത്തണമേ റഹ്മാനെ, അതിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി കൊണ്ടുപോകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച്